നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ വാങ്ങിയ അത് വെച്ചിട്ട് നമ്മൾ ഒരു വലിയ പ്രോഗ്രാം, 1 മണിക്കൂർ 1 മിനിറ്റുള്ള ഒരു പ്രോഗ്രാമാണല്ലോ ഈ കഴിഞ്ഞ ബുധനാഴ്ച പോയത്. ഒരുപാട് പേർ കണ്ടു. നമ്മൾ രാത്രിയിലേക്ക് സമയം മാറ്റിയിട്ട് പോലും രാത്രി ഒരുപാട് പേർ കണ്ടു. അതിലെനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും വിദേശത്തുള്ളവരായിരിക്കാം. എനിക്ക് സന്തോഷമായി ഒരുപാട് പേർ കണ്ടപ്പോൾ. ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളതിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തുവിട്ട മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്ന, രാഷ്ട്രപതി പ്രസംഗിക്കുന്ന, മോഹൻലാൽ പ്രസംഗിക്കുന്ന അടക്കമുള്ള ക്ലിപ്പിങ്സ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അവസാനം കാണിച്ചല്ലോ. ഏതാണ്ട് 10-20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ സർക്കാരിൻ്റെ കെൽട്രോണിൽ വർക്ക് ചെയ്യുന്ന കളരിപ്പയറ്റുമായിട്ട് ബന്ധമുള്ള ഒരു രാജേഷ് നായർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിടം തന്നെ രാജേഷ് നായർ എന്നെ വിളിച്ചു, ചേട്ടാ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടാനുള്ള യോഗ്യതയുണ്ട്, എന്നാൽ കമൽഹാസനും മധുവിനും കിട്ടാത്ത അവാർഡ് മോഹൻലാലിന് ഈ ചെറുപ്രായത്തിൽ കൊടുത്തത് ശരിയല്ല എന്നുള്ള ചേട്ടൻ്റെ നിരീക്ഷണം 100% ശരിയാണ് ചേട്ടാ, ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചു. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കുമാരനാശാൻ്റെ വീണപൂവിൽ നിന്ന് 4 വരി അദ്ദേഹം വായിച്ചു. അത് വീണപൂവിലുള്ളതല്ല ചേട്ടാ, എഴുതി കൊടുത്ത ആരോ വീണപൂവെന്ന് പറഞ്ഞാൽ അതിൽ പൂവുള്ളതുകൊണ്ട് വീണപൂവെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ വീണപൂവ് എൻ്റെ ഉണ്ട്, കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികൾ എൻ്റെ ഉണ്ട്. ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനതൊന്ന് ഒത്തു നോക്കിയെന്നെ. അടുത്ത അദ്ദേഹം പറഞ്ഞതാണ് എന്നെ ഏറ്റവും രസിപ്പിച്ചത്. ചേട്ടാ, രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ അദ്ദേഹം കയറി അവാർഡ് വാങ്ങി മലയാള ഭാഷയ്ക്ക് ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മലയാളത്തിലും സംസാരിച്ചു. അവിടെ ഏറെക്കുറെ അനൗൺസ് ചെയ്തവർ പോലും ലാലേട്ടൻ എന്നാണ് അദ്ദേഹത്തെ സംബോധനിച്ചത്. ചേട്ടൻ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ചേട്ടാ, അവാർഡ് വാങ്ങി അയാൾ വന്നിരുന്ന ശേഷം രാഷ്ട്രപതി മുർമു സംസാരിക്കുമ്പോൾ അയാൾ അവിടെ കാണിച്ച ഒരു വിഷ്വൽ ചേട്ടൻ കണ്ടോ? ഞങ്ങട്ട് എന്താണ് ശ്രദ്ധിച്ചില്ല അല്ലേ ചേട്ടാ? ചേട്ടാ, LKG കുട്ടികളെ പോലെ കയ്യിൽ കിട്ടിയ രാഷ്ട്രപതി നൽകിയ പതക്കവും ആ ഷാളും കഴുത്തിലിട്ട ബാഡ്ജും കയ്യിൽ കൊടുത്ത ഒരു താമ്രപത്രം പോലൊരു സാധനം കൊടുത്തല്ലോ, അതൊക്കെ ചുരുട്ടി രാഷ്ട്രപതി പ്രസംഗിക്കുകയാണെന്ന് പോലും ശ്രദ്ധിക്കാതെ ഒരു LKG കുട്ടിയുടെ കൗതുകത്തോടെ അദ്ദേഹം അത് ബാഗിൽ ചുരുട്ടിയൊക്കെ വയ്ക്കുകയും ഒരു വാണിംഗ് പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര അദ്ദേഹത്തിൻ്റെ അത് ചെയ്യരുത് എന്ന് പറയുന്ന അർത്ഥത്തിൽ നോക്കുകയും ചെയ്ത് ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? അവനില്ല, ഒന്ന് കണ്ടു കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ആ വിഷ്വൽ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായത്. കാരണം കുട്ടികളെപ്പോലെ ഒരു കൗതുകത്തോടെ, എനിക്കൊരിക്കലും എത്തപ്പെടാൻ കഴിയാത്തൊരിടത്ത് ഞാൻ എത്തി എന്നുള്ള മനസ്സോടെ ആ സാധനങ്ങളെല്ലാം കഴുത്തിലിട്ടിരുന്ന ബാഡ്ജ് പോലും മടക്കി ബാഗിനകത്ത് വയ്ക്കുന്ന കുട്ടികളുടെ സ്വഭാവമുള്ള മോഹൻലാലിനെ കണ്ടപ്പോൾ സത്യത്തിൽ എന്താ പറയുക, എനിക്കൊരുപാട് സന്തോഷം തോന്നി. കാരണം പ്രോട്ടോക്കോളൊന്നും നോക്കാതെ തലേദിവസം റിഹേഴ്സലിനൊക്കെ പോകേണ്ടതാണ്. തനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, ഷാള്, പത്രിക, ബാഡ്ജ് എല്ലാം ചുരുട്ടി സഞ്ചിയിലാക്കുന്ന തിരക്കിലിരിക്കുന്ന മോഹൻലാലിനെ കണ്ടപ്പോൾ ഒന്നാമത് അദ്ദേഹം ഈ പഴയ സാധനങ്ങളൊക്കെ ഹാൻഡിക്കൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന ആളാണല്ലോ. ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ടിപ്പുവിൻ്റെ കാലത്തെ പഠിക്കം, അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ കാലത്തെ കടാര എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൊടുത്ത അദ്ദേഹത്തിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെ ഒരുപാട് പേര് ട്രോളാറുമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്ന ഒരുപാട് കൊച്ചു കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. മുമ്പൊക്കെ, ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഒരു 10-15 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ആൻ്റണി വരുന്നതിന് മുമ്പ് വരെ ലൊക്കേഷനിൽ നിൽക്കുന്ന ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ബീഡി വാങ്ങി വലിക്കുമായിരുന്നു മോഹൻലാൽ. ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഒരു സീൻ ഇടാൻ കൊടുത്ത ഈ ഷർട്ടല്ല ഇതിന് ഇടേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം തർക്കിച്ച് നിൽക്കുമ്പോൾ അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ഇതിനെ ഈ പുതിയ ഷർട്ട് ഊരി അയ കൊടുത്തിട്ട് ആ പഴയ ഷർട്ട് വേർപ്പോടെ വാങ്ങി ഇട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യനന്ദിക്കാരടക്കമുള്ള തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ശബ്ദം മാറ്റി വിളിച്ച് പറ്റിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. പറയാനാകുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കഥകൾ, കുട്ടിക്കളി പോലുള്ള കഥകൾ സൂക്ഷിക്കുന്ന ആളാണ് മോഹൻലാൽ. ഒരുപാട് കഥകൾ എനിക്കറിയാം, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അത് പറയുന്നത് ശരിയല്ല.
എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ആ കുട്ടിത്വം സൂക്ഷിക്കുന്നതായിരിക്കണം മോഹൻലാലിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രപതി ഭവനിൽ അല്ലെങ്കിൽ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രോട്ടോക്കോളും നോക്കാതെ എല്ലാവരും അനങ്ങാതെ അറ്റൻഷനായിട്ടിരിക്കുന്നതല്ല, അതൊന്നും ഓർക്കാതെ, അല്ല നിഷേധത്തിനും കാണിച്ചല്ല, അതൊന്നും ഓർക്കാതെ അദ്ദേഹം ആ ബാഡ്ജൊക്കെ എന്തൊരു ബഹുമാനത്തോടെ എന്നറിയാം മടക്കി റിബണൊക്കെ ചുറ്റി ബാഗിൽ വയ്ക്കുന്നത്. എന്നെ അത് ഓർമ്മിപ്പിച്ചു തന്ന രാജേഷ് നായർക്കും അങ്ങനെ എന്താ പറയുക കുട്ടിത്തം വിടാതെ ജീവിക്കുന്ന മോഹൻലാലിനും എൻ്റെ നല്ല നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ സിനിമയും അധോലോക നായകരും തമ്മിലുള്ള അവിഹിത ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സിനിമ തുടങ്ങിയ കാലം മുതലുണ്ടെന്ന് പറയാം. കടന്നു വരുന്ന ഓരോ നായികയും, പുതുതായി കടന്നു വരുന്ന ഓരോ നായികയും ഓരോ അധോലോക നായകൻ്റെ കീപ്പായിരുന്നു എന്ന കഥകളും നമ്മൾ ഹിന്ദി സിനിമാ സിറ്റികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബോംബെയിലാണല്ലോ ഈ അധോലോക നായകന്മാരെ എല്ലാം വിഹാര കേന്ദ്രം. അവിഹിത വഴികളിലൂടെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന കോടികൾ വലിയ പലിശയ്ക്ക് സിനിമാ നിർമ്മാതാക്കൾക്ക് കൊടുത്തിരുന്നു. മുതലും പലിശയും കൃത്യമായി നൽകിയില്ലേൽ അത് വാങ്ങിയെടുക്കാൻ അവർക്ക് ഗ്യാങ്ങുമുണ്ട്, അവർ അത് വാങ്ങിയെടുത്തോളൂ. ഒരുപാട് അങ്ങനത്തെ കഥകളുണ്ട്. ഒരുപാട് അസാധാരണ മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളുമൊക്കെ എന്താ പറയുക ഇന്ത്യൻ സിനിമാ രംഗത്തെ ഈ സൗഹൃദങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വാർത്തകളും കോലാഹലങ്ങളും വരും. അപ്പോൾ പിന്നെ അത് കെട്ടണഞ്ഞ് മാഞ്ഞു പോകും. നമ്മളെ രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ വിനായകൻ ചെയ്ത വർമ്മൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ടല്ല, തൻ്റെ എതിരാളികളെ വലിയ എന്താ പറയുക ഒരു മദ്ദളം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭരണി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു പെട്ടിക്കകത്ത് സൈനൈഡ് വെച്ച, അല്ലെങ്കിൽ പെട്ടിയല്ല ഭരണിക്കകത്ത് സൈനൈഡ് നിറച്ചിട്ട് അതിനകത്തേക്ക് അയാളുടെ എതിരാളികളെ ഉരുക്കിക്കളയുന്ന സീനുണ്ടല്ലോ. അവസാനം ബർമ്മനായ വിനായകനും അതിനകത്ത് പോയിട്ട് വന്നു. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് എന്നോട് സിന്ധു ചോദിക്കുകയുണ്ടായി. ഇതും ഇതിലപ്പുറവും നടക്കുന്ന രാജ്യമാണ് നമ്മളാരുടെയോ ഭാഗ്യത്തിന് ജീവിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. തൻ്റെ എതിരാളികളെ, തൻ്റെ പിന്നാലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, തന്നോടൊപ്പം നടന്ന് തന്നെ ചതിക്കുന്ന ഒറ്റിക്കൊടുക്കുന്നവരെ ഒക്കെ സൈനൈഡിലിട്ട് തെളിവിന് ഒരു എല്ലും കഷ്ണം പോലും കിട്ടാതെ തീർക്കുന്ന കഥകൾ നമ്മുടെ നടൻ ശ്രീനിവാസൻ പറഞ്ഞെനിക്കറിയാം. ബോംബെ അധോലോകത്തിൽ നടക്കുന്ന കഥകൾ എന്നോട് ഒരുപാട് വിസ്തരിച്ച് ഷീനിച്ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷീനിച്ചേട്ടനടക്കം നമ്മുടെ സിനിമയിലെ വമ്പന്മാരൊക്കെ അവരെയൊക്കെ കാണണമെന്ന് അല്ലെങ്കിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയ അധോലോക നായകനെ ദുബായിൽ വെച്ച് ഒരു രാത്രി രഹസ്യമായി ഏതോ ഒരു സങ്കേതത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടതും ഷീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞെനിക്കറിയാം. രാജ്യം തപ്പുന്ന ഒരാളെ നമ്മൾ പോയി കാണുന്നത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് അവിടെ സുഗമമായി പ്രോഗ്രാം നടക്കണ്ടേ ദിനേശ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തടി കേടാവാതെ നാട്ടിൽ തിരിച്ചെത്തണ്ടേ? ഇതായിരുന്നു ഷീനിച്ചേട്ടൻ്റെ ഉത്തരം. കള്ളക്കടത്തിന് പോയതിനാൽ പിടിക്കപ്പെട്ട് ഞാൻ ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് ജയിലിൽ കിടന്നിട്ടുള്ളതിനാൽ ജയിലിൽ കിടക്കുന്നതിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പരസ്യമായ ഒരു സിനിമാ നിർമ്മാതാവും തിയേറ്റർ മുതലാളിയും ഒക്കെ ആയ ഒരാൾ വാർത്തയിൽ ലൈവിൽ പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇയാളെയൊക്കെ ആണല്ലോ ഞാൻ ചർച്ചകളിൽ വെല്ലുവിളിക്കുന്നത് എന്ന് അറിയാതെ ഞാൻ ഓർത്തുപോയി. എനിക്കൊരു കിടിലുണ്ടായി. അയ്യോ, ഇയാൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ്. ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് കള്ളക്കടത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. അഭിമാനത്തോടെയാണ് പുള്ളി പറഞ്ഞത്. കോടികൾ വന്ന് മറിയുന്ന രംഗമാണല്ലോ സിനിമ, ഗ്ലാമർ ലോകമാണല്ലോ സിനിമ. വിയർക്കാതെ കത്തിയും തോക്കും കൊണ്ട് കാശുണ്ടാക്കുന്നവർ സിനിമയിലേക്ക് നോക്കുക സ്വാഭാവികമാണ്. ഒരു അധോലോക നായകന് കിടന്നു കൊടുത്താൽ സിനിമ ഇൻഡസ്ട്രിയെ തൻ്റെ കാൽ കീഴിൽ അമ്മാനമാടാം എന്ന് ഒരു പുതുമുഖ നായിക ചിന്തിച്ചാൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുക? നമുക്കെല്ലാ ഫ്രീഡം കിട്ടും. മറ്റേ അയാളില്ലേ അധോലോക നായകൻ ഗുണ്ട, അവൻ്റെ കീപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തനും
വരുമോ എന്ന് കേൾക്കിയില്ല. ഒരുപാട് സേഫാണ്, ഒരുത്തിന് കിടന്നു കൊടുത്താൽ മതിയല്ലോ. ബോംബെയിൽ അങ്ങനത്തെ ഒരുപാട് നാറുന്ന കഥകളുണ്ട്. ഗതികേട് കൊണ്ടായിരിക്കും. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് മെമ്പർ എന്നതിനേക്കാൾ ഇന്ത്യൻ സിനിമയിലെ ബഹുമാനിതയായിരുന്നു എന്താ പറയുക മരിച്ചുപോയ നർഗീസ് ദത്ത്. നർഗീസ് എന്ന് പറഞ്ഞ നടിയെ നിങ്ങൾക്കറിയാമല്ലോ. അത് അവരുടെ ഭർത്താവ് സുനിൽ ദത്തും പ്രശസ്തനായ ഹിന്ദി നടനായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും മകനായി ജനിച്ച സഞ്ജയ് ദത്തിനുണ്ടായ ദുരനുഭവം നമ്മൾ മറക്കാറായിട്ടില്ല. 1993 ബോംബെ സ്ഫോടന കേസിനോട് അനുബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ AK-47 അടക്കം കൈവശം വച്ചതിനും തീവ്രവാദ ബന്ധവും കുറ്റം ചുമത്തി 6 വർഷക്കാലമാണ് സഞ്ജയ് ദത്തിനെ ജയിലിലിട്ടത്. നമുക്ക് മറക്കാറായിട്ടില്ല അതൊന്നും. അതും 34-ാമത്തെ വയസ്സിൽ. ആഡംബര അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സഞ്ജയ് ദത്ത് ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വില, ബോംബെയിൽ അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വില 40 കോടി രൂപയുള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ദുബായിലാണെങ്കിൽ കൊട്ടാരം പോലത്തെ വീടുണ്ടെന്ന് പറയുന്നു. ബാക്കി എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 295 കോടിയാണ് ഈ വർഷം സ്വന്തമായി ഉള്ളതെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പറഞ്ഞിട്ടെന്ത് ഫലം? അഴിക്കുള്ളിൽ 6 വർഷം കിടന്നു. മലയാള സിനിമയിൽ അധോലോക ബന്ധകഥ ഒന്ന് നേരത്തെ പറഞ്ഞതാണ് നമ്മളെ നിർമ്മാതാവും തിയേറ്ററുകാർ മുതലാളിയേരി. എന്നാൽ അധോലോക നായകന്മാരുമായി എനിക്ക് അടുത്ത സൗഹൃദമുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ഒരു നിർമ്മാതാവുണ്ട്. സിനിമയെയും സിനിമയിലെ സുഹൃത്തുക്കളെയും സ്നേഹം കൊണ്ട് സിനിമ പിടിക്കാനിറങ്ങി കോടികൾ നഷ്ടപ്പെടുത്തിയ മുഹമ്മദ് ബാപ്പു എന്ന് പറഞ്ഞ ആളാണ് പരസ്യമായി പറഞ്ഞു എനിക്ക് അധോലോക നായകന്മാരുമായിട്ട് ബന്ധമുണ്ട്. സോപ്രാണത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. KG ജോർജിൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ, KG ജോർജിൻ്റെയും കബീർ റാവുത്തറുടെയും ഒക്കെ ആദ്യത്തെ സിനിമകൾ നിർമ്മിച്ച മനുഷ്യനാണ് മുഹമ്മദ് ബാപ്പു. മണ്ണിൽ നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെ സ്നേഹിച്ച ജന്മമാണ് മുഹമ്മദ് ബാപ്പു എന്നാണ് നമ്മുടെ നടൻ VK ശ്രീരാമൻ ബാപ്പുവിനെ വിലയിരുത്തിയിട്ടുള്ളത്. താരങ്ങളോടൊപ്പം വിഹക ജീവിതം കൊതിച്ച, സ്വയം ഉരുകി ഓടി ഓടി ഉണ്ടാക്കിയതെല്ലാം കലയുടെ വികായസിൽ വിതറിപ്പോയ ഹതഭാഗ്യനായ മുഹമ്മദ് ബാപ്പു. താങ്കളുടെ ജീവിതത്തിൽ സമ്പാദിച്ച ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റാഫിയുമായിട്ടുള്ള സൗഹൃദമെന്നും നാവിലെ മറക്കാനാവാത്ത രുചി എന്താണെന്ന് ചോദിച്ചാൽ റാഫി സാഹിബിൻ്റെ വീട്ടിലെ ചായ എന്നും ആയിരിക്കും ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരം പറയുക. ജോൺ അബ്രഹാമിൻ്റെയും അരവിന്ദിൻ്റെയും ലതാ മങ്കേഷ്കറിനെയും ഒക്കെ പറ്റി പറയുമ്പോൾ മുഹമ്മദ് ബാപ്പുവിൻ്റെ മുഖം നിറസന്ധ്യ പോലെ ചുവന്നു തൊടുക്കുന്ന മുഖമായിരിക്കുമെന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഭരതരാജ മുതലയാർ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അധോലോക നായകനായിരുന്നല്ലോ. വരദരാജ മുതലയാരുടെയും ഹാജി മസ്താനിയും ഒക്കെ തൊട്ടു വന്നിച്ച, മനസ്സിൽ വൈക്കം ചന്ദ്രശേഖരൻ നായരെയും മാധവിക്കുട്ടിയെയും കുടിവെച്ച് ആരാധിച്ച എന്താ പറയുക വിചിത്ര മനുഷ്യനായിരുന്നു മുഹമ്മദ് ബാപ്പു. 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അങ്ങനെ ഇവിടെ നാട്ടിൽ നിന്ന പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുള്ള മുംബൈക്ക് കയറ്റിവിട്ടു. അവിടുത്തെ വാണിഭ തെരുവിലേക്കാണ് അദ്ദേഹത്തെ വലിച്ചെറിയപ്പെട്ടതെന്ന് പറയാം. അവിടെ നിന്നാണ് സ്വപ്നാടനം എന്ന സിനിമയിൽ തുടങ്ങി സിനിമാ നിർമ്മാതാവായി മാറി, വിതരണക്കാരനായി മാറി. മുംബൈയിൽ കുടിയേറിയ ആദ്യകാല മലയാളികളിൽ ഒരാളാവും മുഹമ്മദ് ബാപ്പു. ഇമ്പിച്ചി ബാവയോടൊപ്പം ജാഥയിൽ പാടി നടന്ന മനുഷ്യനുമായിരുന്നു മുഹമ്മദ് ബാപ്പു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്താ പറയുക കാൽനട പ്രചരണ ജാഥയിലൊക്കെ പാടി നടന്ന മനുഷ്യനാണ് ഇമ്പിച്ചി ബാവയോടൊപ്പം. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലിയിൽ നിന്ന് മുഖ്യമന്ത്രി K കരുണാകരനിൽ നിന്നും ഒക്കെ നേരിട്ട് അവാർഡുകൾ വാങ്ങിയ മുഹമ്മദ് ബാപ്പുവിനെ പറ്റി ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെക്കുറിച്ചുള്ളത് ഇവിടെ നിർത്താം. പറയാമെന്നത് സിനിമയിൽ അധോലോകത്തിൻ്റെ ബന്ധമാണല്ലോ. ദാവൂദ് ഇബ്രാഹിം എന്ന പേരിൽ ഒരു സിനിമ വരുന്നു എന്ന വാർത്ത വന്നതോടെ ആ സിനിമ അകാല ചരമമടഞ്ഞ നാടാണ് കേരളം. അതിൻ്റെ നിർമ്മാതാവ് സംവിധായകനെന്ന് ഞാൻ പറയുന്നില്ല. ദാവൂദ് ഇബ്രാഹിം എന്നായിരുന്നു സിനിമയുടെ ടൈറ്റിൽ. കോടികൾ വന്നു പറയുന്ന സിനിമയിൽ അധോലോക കാശുമുണ്ട് എന്നതൊരു പരമമായ സത്യമാണ്.
അത് പല രീതിയിൽ പല വഴികളിൽ വരുന്നു. കൊടുക്കുന്നവനും വാങ്ങുന്നവനും മാത്രം അറിയുന്ന ബിസിനസ്, ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന കച്ചവടം. മാന്യമായി ചെയ്യാൻ അവരും മാന്യരായിരിക്കും. മാന്യമായി ചെയ്താൽ, പൈസ വാങ്ങുന്നവൻ മാന്യമായി ചെയ്താൽ അവരും മാന്യമായിട്ടേ പെരുമാറുള്ളൂ. ചതിച്ചാൽ ഒരു കാർ അപകടത്തിലോ ആത്മഹത്യയിലോ തീരും. ഒരു ആരോഗ്യമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേരളത്തിൽ. എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വലിയ മരുന്ന് കമ്പനിക്കാരനെ പറ്റിച്ചു മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ. കതറക്കിട്ടോണ്ടാണ്. ഒടുവിൽ പറ്റിച്ച കാശ് ആ മരുന്ന് കമ്പനിക്ക് അവരുടെ ഓഫീസിൽ കൊണ്ടുകൊടുത്തു. മകളെ മോചിപ്പിച്ച വാർത്ത കേരളത്തിലെ 2 കണ്ണും 2 കാതും ഒക്കെ കൂർപ്പിച്ചിരിക്കുന്ന ഒരു പത്രമുത്തശ്ശിമാരും കാണില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ഒറ്റ കാലത്തിൽ ആ വാർത്തയെ ഒതുക്കിക്കളഞ്ഞു. ശബരിമലയ്ക്ക് 5 വർഷത്തേക്കുള്ള ശർക്കര വാങ്ങി അടുക്കി വെച്ച് അത് വർഷങ്ങളോളം ഇരുന്ന് അലിഞ്ഞലിഞ്ഞ് മെൽറ്റായി ലക്ഷങ്ങൾ തട്ടിയെടുത്തപ്പോഴും സ്ഥലമാറ്റം, മരുന്ന് വാങ്ങൽ, ജോലി നൽകൽ, പ്രൊമോഷൻ, കെട്ടിടം കെട്ടൽ തുടങ്ങി എല്ലാത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കമ്മീഷൻ അടിച്ച പോലെ അധോലോക സഹായമുള്ള മരുന്ന് കമ്പനിയെയും പറ്റിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കരുതിയത്. അന്ന് 2 പെൺമക്കളാണ് തനിക്കെന്ന കാര്യം പോലും അയാൾ മറന്നു. മോളെ പൂ പോലെ അടിച്ചോണ്ടങ്ങ് പോയി. അധോലോകം മാപ്പ് പറഞ്ഞ് കാശ് കൊടുത്ത് മോളെ തിരിച്ചു വാങ്ങി ഇങ്ങ് കൊണ്ടുവന്നു. ഇതും കേരളത്തിൽ നടന്ന സംഭവമാണ്. പക്ഷേ വാർത്തകളിൽ വലിയ ഇടം നേടിയില്ല. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1 or 2 പടം ഓടിയാൽ കോടികളാണ് ഇന്ന് സിനിമാക്കാർക്ക് ശമ്പളം. പൈസ വന്ന് കുമിയുമ്പോൾ ആഗ്രഹവും കൂടും, അത് സ്വാഭാവികം. ഏത് വഴിയിലും 10 കാശുണ്ടാക്കാൻ തോന്നും. അപ്പോൾ അവിടെയാണ് സിനിമാക്കാരൻ എന്ന് പറയുന്ന മണ്ടൻ ആപ്പിലാകുന്നത് എന്ന് ഞാൻ പറയും. 5 തലമുറയ്ക്ക് തിന്നാലും തീരാത്തത്ര കാശ് 2 മക്കൾക്കായി മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ സമ്പാദിച്ചിട്ടുണ്ട്. ആരും അത് തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും എന്ന് പറഞ്ഞാൽ 5 തലമുറയ്ക്ക് തിന്നാലും തീരാത്തത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നേരെ മറിച്ച് മഞ്ചേരിയിലൊരു കേസില്ലാ വക്കീലായിരുന്നെങ്കിലോ കഷ്ടമായിരിക്കും ജീവിതം. പോരെങ്കിൽ മകൻ 10 തലമുറയ്ക്കുള്ളത് ഇപ്പം സമ്പാദിക്കുന്നുണ്ട് സ്വന്തമായിട്ട്. 30 കോടി മുടക്കി 280 കോടി നേടുന്ന സിനിമ പോലും നമ്മുടെ ദുൽഖറിന് സ്വന്തമാണല്ലോ. ഇപ്പോൾ നല്ലത്, കൊതുക്കിറവെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അയാളുടെ ഭാഗ്യം. പക്ഷേ ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബാപ്പ ഒരു കാറുകളുടെ പ്രേമിയാണ്. ഭയങ്കര പ്രേമം കാറിനോടും ഡ്രൈവിങ്ങിനോടും ഉള്ള ആളാണല്ലോ. പുതിയ ഒരു കാർ എത്ര കോടിക്കുള്ളത് ഇറങ്ങിയാലും അദ്ദേഹം സ്വന്തമാക്കും. എന്നിട്ട് അതിന് 3, 6, 9 എന്ന് പറഞ്ഞ നമ്പരും വാങ്ങും. കുറേ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഓടിച്ച് മടുക്കുമ്പോൾ ചിലതൊക്കെ അദ്ദേഹം അങ്ങ് വിൽക്കും. അത് പറയുന്ന വില കൊടുത്ത് വാങ്ങി ഇത് നമ്മുടെ മമ്മൂക്കയുടെ കാറാണെന്ന് പറഞ്ഞ് ഗമയിൽ കൊണ്ടു നടക്കാൻ കേരളത്തിലെ ചില ജില്ലകളിലെ കണക്കിൽപ്പെടാത്ത കാശുള്ള ചെക്കന്മാരുണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 100 കാറൊന്നുമല്ല, അതിൽ കൂടുതലെങ്കിലും അദ്ദേഹം മറച്ചു വിറ്റിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അദ്ദേഹത്തിന് എന്ന് ഞാൻ പറയും. കാരണം 100 അല്ല, എന്നാലും നമുക്കൊരു 100ൽ നിർത്താം, അതിലും അപ്പുറം വരാം എന്നുള്ളതാണ് സത്യം. വീട്ടിൽ ഗ്യാരേജ് പണിത്, നെടുനീളത്തിൽ ഗ്യാരേജ് പണിതാണ് അദ്ദേഹം വർക്ക്ഷോപ്പുകളിലൊക്കെ കാറിട്ടിരിക്കുന്നത് പോലെ സ്വന്തം കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത്. 3, 6, 9 ഉള്ള കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടിട്ടിരിക്കുന്ന കാറുകൾ പോലെയാണ്. അപ്പോൾ പണ്ടുള്ളവർ പറയും നിന്ന് പെടുക്കുന്ന അപ്പൻ്റെ മോൻ നടന്നു പെടുക്കും. അങ്ങനെ നടന്നു പെടുക്കും എന്ന് പറഞ്ഞ കണക്കാണ് മോനും. നല്ലൊരു കാർ പ്രേമം ദുൽഖറിനും വരിക സ്വാഭാവികം. നെയ് വരുത്ത അപ്പത്തിനാണോ പഞ്ഞം എന്ന് പണ്ടുള്ളവർ ചോദിക്കും. ദുൽഖറിൻ്റെ വീട്ടിലും ഉണ്ട് ഗ്യാരേജ്. ആയിക്കോട്ടെ, ഗ്യാരേജോ വർക്ക്ഷോപ്പോ കല്യാണ മണ്ഡപം പോലെ കെട്ടി അതിൽ കെട്ടി തൂക്കിയിട്ട് എന്തുവാണ് ചെയ്യട്ടെന്നേ. ലുട്ടിലൊടുക്ക് കന്നഡ തെലുങ്ക് സിനിമകൾ മോശമല്ലാത്ത തുക കൊടുത്ത് വാങ്ങി മലയാളമാക്കി കളിച്ച് അരിക്കുള്ള അന്നത്തിനുള്ള വക തേടുന്ന കുറച്ച് പേരുണ്ട് മലയാള സിനിമയിൽ. എനിക്കറിയാം പലരെയും. ഇപ്പോൾ അതെല്ലാം കൂടി വലിയ വിലയ്ക്ക് വാങ്ങി മൊഴിമാറ്റി കളിച്ച് ദുൽഖർ ഇപ്പോൾ അതിലും കാശുണ്ടാക്കുന്നു. എന്നോട് ദൈന്യതയോടെ ഇത്തരം സിനിമകൾ വാങ്ങിച്ച് ഡബ് ചെയ്ത് തിയേറ്ററിൽ കളിച്ചിരുന്ന ഒരു മുതലാളിയാണ് എൻ്റെ പറഞ്ഞത്, നമ്മളെയൊക്കെ വയറ്റിലടിക്കുകയാണ് ചേട്ടാ ഈ ദുൽഖർ.
അയാളും മമ്മൂട്ടിയും കൂടെ എത്രായിരം കോടി ഉണ്ടാക്കി കാണും ചേട്ടാ. പക്ഷേ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുകയാണ്. നമ്മളൊരു 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ പടം 60 ലക്ഷത്തിന് വാങ്ങിച്ച് ഡബ് ചെയ്ത് കളിക്കും. അതായത് പൈസ വന്ന് കയറുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പൈസ ഏതെല്ലാം വഴി കൂടെയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ആക്രാന്തം കൊണ്ടായിരിക്കാം. എന്തിനായി ചേട്ടാ ഈ പയ്യൻ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാവം സത്യത്തിൽ കഷ്ടം തോന്നി. പിന്നെ ബാബയേക്കാൾ വലിയ ബ്രാൻഡ് അംബാസഡറാണ്, നിറയെ പരസ്യങ്ങളും ഉദ്ഘാടനവും ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം കിട്ടുമോ, ഏതെല്ലാം വഴിയിൽ കാശുണ്ടാക്കാമോ ആ വഴിയെല്ലാം പോകുന്നു പയ്യൻ. ആയിക്കോട്ടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അവൻ്റെ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹമായിരിക്കാം. കേരളത്തിൽ യൂസഫ് അലി ബായിയേക്കാളും മോളിൽ പോകണമെന്ന് ചിലവും മനസ്സിൽ ആലോചിക്കുന്നതായിരിക്കാം. അവൻ ഒരു 1000-1500 കോടി ഉണ്ടാക്കിട്ടെന്നേ. അപ്പോൾ അതിനു വേണ്ടി അവൻ എന്ത് ചെയ്യും, കൊച്ചു പയ്യനാണെങ്കിലും. പക്ഷേ അപ്പോഴും എനിക്ക് ദുൽഖറിനോട് പറയാൻ ഒരു കാര്യമുള്ളൂ. ഉച്ചയ്ക്ക് ദുൽഖറിന് ഒരിക്കലും 2 ഊണ് ഉണ്ണാൻ പറ്റില്ല. 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാനും പറ്റില്ല. ഈ ഗ്യാരേജിൽ 50 കാർ വാങ്ങിച്ചിട്ടാലും ഒരു കാറിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലേ ദുൽഖറെ? 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? ഹോട്ടലിൽ കയറി 2 ഊണ് അല്ലെങ്കിൽ രാത്രിയുള്ള അത്താഴം 2 അത്താഴം ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. തമിഴിലെ സൂര്യ എന്ന് പറഞ്ഞ ശിവകുമാറിൻ്റെ മകനുണ്ടല്ലോ, സൂര്യയൊക്കെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനോട് പറയില്ല. കാരണം അയാൾ ഒരു മണ്ടനാണ്. 100 കണക്കിന് തമിഴ് മക്കളെ എൻജിനീയറിങ്ങിനും ഡോക്ടറാവാനും വക്കീലന്മാരാകാനും ഒക്കെ വർഷം തോറും കോടികൾ മുടക്കി സൂര്യ പഠിപ്പിക്കുന്നു. അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കണമെന്ന് തോന്നി. 100 കണക്കിന് തമിഴ് പാവങ്ങളെയാണ് അയാൾ വക്കീലാവാൻ LLBക്ക് പഠിപ്പിക്കുന്നു, ഡോക്ടറാവാൻ വേണ്ടി MBBSന് പഠിപ്പിക്കുന്നു, എൻജിനീയറിങ്ങിന് പഠിപ്പിക്കുന്നു. അത്തരം സക്കാത്തുകളൊന്നും 5 നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നേരത്തെ പറഞ്ഞ കണക്ക് സിനിമ കൊണ്ട് ജീവിക്കാൻ വക തേടുന്നവൻ്റെ പാത്രത്തിൽ ദയവായി കൈയിട്ട് വാരായിരുന്നാൽ മതി എന്ന് ഞാൻ പറയാൻ വന്നത്, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യത്ത് നിന്നും നിസാൻ അടക്കമുള്ള വലിയ വിലയുള്ള ആഡംബര കാറുകൾ നേരായ വഴികളിലൂടെ അല്ലാതെ ഇന്ത്യയിലെത്തിച്ച് അത് ഏജന്റന്മാർ വഴി സിനിമാക്കാർക്കും പുത്തമ്പണക്കാർക്കും വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നിരീക്ഷിച്ച് പിടിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ദുൽഖറും കയറിപ്പറ്റി എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. ഈ പയ്യൻ എന്ത് പറ്റിയെന്ന്. നിസാൻ കാർ ഇറക്കണമെങ്കിൽ കൈ കാശില്ലാത്തതുകൊണ്ടാണോ? 30 കോടി മുടക്കിയവന് 250 കോടി കിട്ടാമെങ്കിൽ പ്രോപ്പർ വഴിയിലല്ലേ ഇറക്കാനുള്ളത്. വലിയ മതിലും കൂറ്റം ഗേറ്റും വെച്ചാൽ ഫാൻസ് പിള്ളേർ കാണില്ലായിരിക്കും അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗം കാണുമെന്ന് ദുൽഖർ അറിഞ്ഞു കാണില്ല. ദുൽഖറിൻ്റെ വീട്ടിൽ കയറി എൻഫോഴ്സ്മെൻറ്റ് അല്ല കസ്റ്റംസുകാർ ചെകഞ്ഞ് 2 കാറുകൾ കിട്ടിയതും കൊണ്ട് അവർ മടങ്ങി. പിന്നാലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എത്തും, ED. അപ്പോൾ EDയും കൂടി കസ്റ്റംസ് പ്രിവെൻറ്റീവിൻ്റെ കൂടെ എത്തുമ്പോൾ ലോകയിൽ കിട്ടിയ കോടികളുടെ കണക്കും എങ്ങോട്ടൊക്കെ ചെലവിട്ടു എന്ന കണക്കും ഒക്കെ തപ്പുക സ്വാഭാവികമാകും. അപ്പോൾ കോളായിരിക്കും വരും ദിവസങ്ങളിൽ. പോണ്ടിച്ചേരിയിലെ കള്ള മേൽവിലാസത്തിൽ ടാക്സ് തട്ടാൻ സുരേഷ് ഗോപി കളിച്ചാൽ ഒട്ടിലൊടുക്ക് കേസാവില്ല ഇത് എന്ന് ദുൽഖർ ആലോചിക്കണം. കാരണം പോണ്ടിച്ചേരിയിൽ നിന്ന് കള്ള ഡ്രസ്സ് കൊടുത്ത് ടാക്സ് വെട്ടിക്കാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അങ്ങനെ കള്ള ഡ്രസ്സ് കൊടുത്ത് പിടിച്ചത്. ഇത് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ദേശീയ സുരക്ഷിതത്വ നിയമം ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ കേസിൽ. 39 വിദേശ കാറുകൾ ഇന്നലെ വരെ കസ്റ്റംസ് പൊക്കി. 150 മുതൽ 200 വാഹനങ്ങൾ വരെ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് കസ്റ്റംസിൻ്റെ അറിവ്. അതിൽ 39 എണ്ണം കേരളത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കടത്തിയത് 150, ഇവിടെ വന്നത് 39. ഇവയിൽ 90% കാറുകളുടെയും രേഖകൾ വ്യാജവും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അടിമാലിയിൽ നിന്നും പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസിയർ തിരുവനന്തപുരത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാറായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് എന്തോ നടത്തുന്ന ഒരു തന്നെയാണ് കാർ. അവൻ ക്രൂസിയറൊക്കെയാണ് ഓടിക്കുന്നത്. നമ്മളിവിടെ എന്താ പറയുക, റേഷൻ വാങ്ങാനുള്ള കാശിന് വേണ്ടി പെടുന്ന പാടാലോചിക്കുമ്പോൾ വളഞ്ഞ വഴിയിലൊക്കെ പോയി കാശുണ്ടാക്കണം എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അമിത് ചക്കാലയ്ക്കൽ ഇങ്ങനെ ഒരു നടനെ
മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ. എനിക്കറിയില്ല കേട്ടോ, ഈ അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞ നടൻ മലയാള സിനിമയിൽ ഏത് പടത്തിൽ ഏത് നായകൻ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് കസ്റ്റംസിൻ്റെ ഈ റെയ്ഡിലൂടെയാണ്. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ യുവം, സന്തോഷം, തേര്, ചിത്തിനി, പ്രാവ്, കുയില്, കാക്ക, പുലി, കടുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ തട്ടിക്കൂട്ട് സിനിമകളിലൊക്കെയാണ് ഈ പയ്യൻ അഭിനയിച്ചിട്ടുള്ളത്, അമിത് ചക്കാലക്കൽ. പക്ഷേ 75 ലക്ഷം രൂപയും 80 ലക്ഷം രൂപയൊക്കെയാണ് ശമ്പളം വാങ്ങുന്നതെന്ന് പറയുന്നു. ശരിയാണോന്ന് എനിക്കറിയില്ല. ഇനി അത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനാണോന്നും എനിക്കറിയില്ല. നോക്കിയാൽ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണുമ്പിള്ള എറണാകുളത്തുണ്ടല്ലോ, എൻ്റെ പേരിലടക്കം കേസ് കൊടുത്തേ. ആ പെണ്ണുമ്പിള്ള ഇല്ല, പക്ഷെ ആ പെണ്ണുമ്പിള്ളയുടെ തന്തയാണത്രേ ഈ പയ്യന് ബാക്കിങ്. കസ്റ്റംസുകാർക്ക് വേണമെങ്കിൽ ഒരു തെളിവാണ് ഞാൻ ഈ പറയുന്നത്. എറണാകുളത്ത് നടിയായി വന്ന് നിർമ്മാതാവായി മാറി കാണുന്നവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയുടെ തന്തയാണ് ഈ അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞ ആളിന് ഇത്തരം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബാക്കിംഗ് എന്ന് പറയുന്നു. നിയമപരമല്ലാത്ത കാറുകൾ വാങ്ങിക്കാനും മറ്റും ഇയാളാണ് സപ്പോർട്ടെന്ന് പറയുന്നു. എന്തായാലും പാവം അയാളും കസ്റ്റംസിൻ്റെ ചട്ടിയിലായി. കസ്റ്റംസ് പിടിച്ചെടുത്ത കാറുകളിൽ 8 എണ്ണത്തിൽ 6 എണ്ണവും തൻ്റേതല്ല എന്നാണ് ഈ ചക്കാലക്കൽ ഇപ്പോൾ പറയുന്നത്. 2 എണ്ണം അത് 8 എണ്ണം പിടിച്ചെടുത്തു. അപ്പോൾ പറയാണ് 8-ൽ 6 എൻ്റെ അല്ല. താൻ കാറുകൾ നന്നാക്കാൻ കൊടുക്കുന്ന വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടുവന്ന കാറുകൾ തൻ്റെ പേരിൽ കസ്റ്റംസ് കണക്കാക്കുന്നു എന്നാണ് ചക്കാലക്കൽ ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു നിസ്സാൻ കാർ, ലാൻഡ് ക്രൂസിയറിൻ്റെ ഒരു കാർ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചപ്പോൾ വർക്ക്ഷോപ്പ് ഉടമയെങ്കിലും പറയാതിരിക്കും. അതായത് ഇനി ഇയാൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞുണ്ടാ. വർക്ക്ഷോപ്പ് ഉടമ ഉണ്ടെങ്കിൽ പറയും അത് മറ്റേ ചക്കാലക്കലിൻ്റെ ആണെന്ന് പറഞ്ഞു കാണുമല്ലോ. അങ്ങനെ ആയിരിക്കുമല്ലോ അവർ 8 കാറുകളുടെ എല്ലാം ജാതകം കൊണ്ടുപോകാന്ന് പറയണേ. എങ്കിൽ ആ കാറുകൾ ഈ പറഞ്ഞ കണ്ണുരുട്ടിയാൽ കേസ് കൊടുക്കുന്ന പെണ്ണുമ്പിള്ളയുടെ തന്തയുടെ പേരിലാകുമെന്നുള്ള ഒരു ഉറപ്പാണ്. കസ്റ്റംസ് ആ വഴി നീങ്ങണമെന്ന് ഞാൻ പറയും. ഇവൻ്റെ പേരിലല്ല എങ്കിൽ, ഈ ചക്കാലക്കലിൻ്റെ പേരിലല്ലെങ്കിൽ ആ കണ്ണുരുട്ടുന്ന പെണ്ണുമ്പിള്ളയുടെ തന്തയുടെ പേരിലായിരിക്കും ഈ കാറുകൾ. അയാളാണ് ഇതിൻ്റെ മീഡിയേറ്റർ എന്ന് പറയുന്നു. വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുക ഈ തന്തപ്പടിയുടെ ഒരു ശീലമാണ്. 100 അടിയും 150 അടിയൊക്കെ ഫിലിം പണ്ട് നെഗറ്റീവുകൾ ഷൂട്ടിങ്ങിനിടയിൽ ഒരു മാഗസീനിൽ 400 അടിയാണ് ചുറ്റുന്നത്. അപ്പോൾ അടുത്തെടുക്കാൻ പോകുന്ന സീനിന് 125 അടിയെങ്കിലും വേണ്ടി വരുമെന്ന് ക്യാമറാമാന് തോന്നിയാൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ മാഗസീനിൽ 100 ഉള്ളെങ്കിൽ അത് കറുത്ത പേപ്പറിൽ പൊതിഞ്ഞു വെച്ചേക്കും. നമുക്ക് പിന്നെ കൊച്ചു ഷോട്ടുകൾ എടുക്കാൻ. മിക്കവാറും അത് എടുക്കാറില്ല. ക്യാമറാമാൻ്റെ അസിസ്റ്റന്റുമാരോ അടിച്ചുകൊണ്ട് പോകലാണ് പതിവ്. ഈ ഫിലിം വാങ്ങി വിറ്റാണ് ഇയാൾ എന്താ പറയുക വഴിവിട്ട യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. വഴിവിട്ട് പല വഴിവിട്ടുകളും നടത്തി കാശുണ്ടാക്കിയ മകാനാണ് ഈ തന്ത. കസ്റ്റംസ് ആ വഴിയൊന്ന് അന്വേഷിച്ചാൽ പിടി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ചക്കാലക്കൽ ഈസിയായി ഊരിപ്പോവാൻ സാധ്യതയില്ല. ഈ റെയ്ഡിൻ്റെ അടുത്ത കക്ഷി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൃഥ്വിരാജാണ്. ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പലും വ്യക്തിത്വവും നേരും നെറിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പലിലൊക്കെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് തോന്നിപ്പിക്കും ന്യൂഖോർ ഓപ്പറേഷൻ കാണുമ്പോൾ. പറയാൻ വിട്ടു, ഓപ്പറേഷൻ ന്യൂഖോർ എന്ന് ഈ അന്വേഷണത്തിന് പേരിട്ടത് ഭൂട്ടാനിലെ ന്യൂഖോർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് അർത്ഥം. പൃഥ്വിരാജിൻ്റെ വീട്ടിലും കസ്റ്റംസ് പ്രിവെൻറ്റീവ് റെയ്ഡ് നടത്തി. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ കിടക്ക് കാറുകൾ കണ്ടു കിട്ടിയിട്ടില്ല, എന്നാൽ ലിസ്റ്റിൽ പൃഥ്വിയുണ്ട്. 2014 നിർമ്മിച്ച വാഹനം 2005 രജിസ്റ്റർ ചെയ്ത രേഖകൾ വരെ കസ്റ്റംസിൻ്റെ പക്കലുണ്ട്. കാർ നിർമ്മിച്ചത് 2014, പക്ഷേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2005. എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇടനിലക്കാർ വഞ്ചിച്ചതാണെന്ന് തെളിയിക്കാനായാൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിൽ നിന്നും ഇവർക്കൊക്കെ ഊരാം. അറിഞ്ഞുകൊണ്ട് എത്തിച്ചതാണ് വാഹനം എങ്കിൽ ഇത് ഞങ്ങളെ ഭൂട്ടാനിൽ നിന്ന് പട്ടാളവും പോലീസൊക്കെ ഉപേക്ഷിച്ച കാറുകൾ അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് അതിർത്തിയിൽ പൈസ കൊടുത്ത് ഇന്ത്യക്കകത്താക്കി കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അറസ്റ്റും വിചാരണയും ഒക്കെ ഉണ്ടാവാം. ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ അമേരിക്കൻ എംബസികളുടെയും ഒക്കെ പേരിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്ത് അവർ വിറ്റ വണ്ടികളാണെന്ന് വ്യാജ സീലും ഒപ്പുമടങ്ങിയ രേഖകൾ തയ്യാറാക്കിയിട്ടുള്ള തട്ടിപ്പും ഒക്കെ ഈ കാർ കച്ചവടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ മാത്രം 150 മുതൽ 200 വരെ ഇത്തരം ഭൂട്ടാൻ കാറുകൾ വന്നു എന്ന് പറയുമ്പോൾ ഈ ദേശവിരുദ്ധ തട്ടിപ്പിൻ്റെ ആഴം കൂടുന്നു. പിടി വീഴുന്നതൊക്കെ ചില്ലറക്കാർക്കല്ല,
അതിനാൽ തന്നെ ഈ അന്വേഷണം ശുഭകരമായ പരിസമാപ്തിയിൽ എത്തുമോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങവേ മേലിൽ നിന്നൊരു ഫോൺ കോൾ വരികയും പത്രസമ്മേളനം നിർത്തി അദ്ദേഹം പോയി എന്നൊരു വാർത്ത വരുന്നത് ഇതിൻ്റെ ഒരു സൂചന ആയിരിക്കാം. ഭൂട്ടാൻ കാർ എന്നത് ഭൂട്ടാൻ ലോട്ടറി പോലെ ആകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എനിക്ക് ദുൽഖറിനോടും പൃഥ്വിരാജിനോടും പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേണ്ടിയില്ല പണിക്കൊക്കെ പോകുന്നത് എന്നാണ്. നിങ്ങൾ രണ്ടാളുടെ പക്കലും കണക്കിൽപ്പെട്ടതും പെടാത്തതുമായ കോടികൾ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ബാപ്പ ദുഷ്പേരൊന്നും സമ്പാദിച്ചിട്ടില്ല. നികുതി വെട്ടിച്ചും കള്ളക്കടത്തിലും കൊണ്ടുവരുന്ന കാറുകൾ വാങ്ങിയിട്ട് എന്ത് നേടാനാണ് ദുൽഖറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 10 നിസാൻ കാർ വാങ്ങാൻ പടച്ചോൻ വഴി തുറക്കുമ്പോൾ എന്തിനാണ് വളഞ്ഞ വഴിയിൽ ഈ കാറ് കച്ചവടം എന്നാണ് എനിക്ക് ദുൽഖറിനോട് ചോദിക്കാനുള്ളത്. നിങ്ങളിൽ നിന്നും വാങ്ങുന്നവനും നിങ്ങളെയല്ല, നാളെ ദുൽഖറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നവനും ചട്ടിയിലാകില്ലേ എന്നെങ്കിലും ദുൽഖർ ചിന്തിക്കണമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ കോടികൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ ആർത്തി ഈ പയ്യന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യൂസഫ് അലി ബായിയൊക്കെ ചെയ്യുന്ന പോലെ കോടികൾ കിട്ടുമ്പോൾ അതിലൊരു വിഹിതം സക്കാത്ത് കൊടുത്ത് സന്തോഷകരമായി ജീവിക്കാൻ നോക്ക് അന്യ എന്നാണ് എനിക്ക് ആ പയ്യനോട് പറയാനുള്ളത്. 5 നേരം നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇരുമ്പ് ഒലക്കയും വിഴുങ്ങിയിട്ട് ചുക്കു കഷായം കുടിച്ചിട്ട് ഒരു കാര്യമില്ല ദുൽഖറെ. ദേശവിരുദ്ധമായി കൊണ്ടുവരുന്ന കാറുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ടാക്സ് വെട്ടിച്ചുകൊണ്ടിരുന്ന കാറുകൾ വാങ്ങി ട്രാൻസ്പോർട്ട് ഗ്യാരേജ് പോലെ നിരത്തി കാർ ഇട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. യൂസഫ് അലി ഭായി പറയും പോലെ വരുമാനത്തിൻ്റെ 1%, അങ്ങനെ പറയുന്ന 2% തോന്നുന്നു, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് ബ്ലാക്ക് മണി എന്നാണ് പടച്ചോൻ പറഞ്ഞതെന്നാണ് യൂസഫ് അലി ഭായി പറയുന്നത്. അദ്ദേഹത്തോളം വിശാലനാകണ്ട എങ്കിൽ പോലും സർക്കാരിനെ പറ്റിച്ചെങ്കിലും ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് കാറുകളൊക്കെ വാങ്ങിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണം. മമ്മൂട്ടിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് എന്നാണ് മാധ്യമങ്ങളിൽ ചിലർ തലക്കെട്ട് കൊടുത്തത്. ഇതൊക്കെ ദുൽഖർ ആലോചിക്കേണ്ടതാണെന്നേ. ദുൽഖറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നാൽ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് എന്ന് എഴുതുന്ന പത്രങ്ങൾ കേരളത്തിലുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ മദ്രാസിൽ നിന്ന് പോലും വന്നിട്ടില്ല. എന്തിനാണ് ബാപ്പയെ കൂടി നാണം കെടുത്തത് എന്നാണ് എനിക്ക് ദുൽഖറിനോട് ചോദിക്കാനുള്ളത്. ദേശദ്രോഹ വകുപ്പൊക്കെ ഇട്ടാൽ ഞാൻ 280 കോടി നേടിയ ലോകയുടെ പ്രൊഡ്യൂസറാണെന്നോ മമ്മൂട്ടിയുടെ മകനാണെന്നോ പറഞ്ഞ് ഊരാൻ പറ്റില്ല ദുൽഖറെ. പാർലമെൻറ്റ് മെമ്പറും ഇന്ത്യ കണ്ട വലിയ അഭിനേത്രിയുമായ നർഗീസിൻ്റെ മകനായിട്ടും ദേശദ്രോഹത്തിന് 6 വർഷം അകത്ത് കിടന്ന സഞ്ജയ് ദത്ത് എന്ന നടനെ വല്ലപ്പോഴുമൊക്കെ ദുൽഖറും പൃഥ്വിരാജും ഒക്കെ ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. ജനിച്ചപ്പോഴേ AC-യിൽ കിടന്ന ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ AC കിടന്ന ആളായിരിക്കുമല്ലോ ദുൽഖർ. അങ്ങനെ തണുത്ത ചോരയൊക്കെ എന്തിനാണ് കൊതുകുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് പാവം ദുൽഖറിനോട് ചോദിക്കാനുള്ളത്. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ലംബോഗിനിയൊക്കെ വാങ്ങിയ നടനാണ്. നടുക്കടലിൽ കിടന്നാലും നായ നക്കിയെ കുടിക്കൂ എന്ന് പറഞ്ഞ കണക്ക് എന്തിനാണ് രാജു നിയമം വിട്ടുള്ള ഈ കാറ് കച്ചവടം? ലൂസിഫറിന് 10 കോടി എന്തോ നിങ്ങൾ വാങ്ങിയെന്ന് പറയുന്നു, സംവിധാനവും അഭിനയം കൂടെ ചേർത്ത്. എമ്പുരാന് ചുരുങ്ങിയത് 15 കോടിയെങ്കിലും വാങ്ങിക്കാണും. അതിലെത്ര ബ്ലാക്ക് എത്ര വൈറ്റ് എന്നൊന്നും എനിക്കറിയില്ല. 15 കോടിയെന്ന് ഉറപ്പുമില്ല. ഇനി അതിൻ്റെ മേളിലുണ്ടോയെന്നും എനിക്കറിയില്ല. പിന്നെ ഹിന്ദിയിലടക്കം അഭിനയം. ദുൽഖറിനെ പോലെ തന്നെ പരസ്യത്തിൽ മോഡലാണ്, ബ്രാൻഡ് അംബാസഡറാണ്, എന്തെല്ലാം ചട്ടിയടക്ക് പരിപാടികളുണ്ടോ അതിലെല്ലാം കൂടി നല്ല വരുമാനം നേടുന്ന ആൾ തന്നെയാണ് പൃഥ്വിരാജ്. ഇന്ത്യ കണ്ട വലിയ സ്കൂളിൽ മോള് പഠിക്കുന്നു പൃഥ്വിരാജിൻ്റെ. മുംബൈയിലാണിപ്പോൾ പൃഥ്വിരാജിൻ്റെ താമസം. പറയുന്ന പ്രതിഫലം സ്വന്തം ബോഡി ട്രെയിനർക്ക് വരെ നിർമ്മാതാവിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ടാൽ, ഇതൊക്കെ തിരുത്തിയാൽ രാജുവിന് കൊള്ളാം. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഭൂരിഭാഗത്തിനും തന്നെ ഇഷ്ടമല്ല. അതൊരു സത്യമാണല്ലോ. കേരളത്തിലെ BJP ഘടകത്തിലുള്ള ഒരുത്തനും പൃഥ്വിരാജിന് ഇഷ്ടമല്ല. രായപ്പ എന്നൊക്കെ വിളിച്ചല്ലേ കളിയാക്കണേ. CPM-കാർ കരുതുന്നത് താനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ്. എന്തായാലും വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അച്ഛൻ മാർക്സിൻ്റെ മൂലധനം വായിച്ച അക്കാലത്തെ പഴയകാലത്തെ സിനിമാക്കാരനുമാണ്. രാജുവിനും ഇടതുപക്ഷ ചിന്ത വന്നിരിക്കാം. അപ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. കഴുകൻ കണ്ണുകളുമായി തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറഞ്ഞ നടനെ കാത്തിരുന്നത് പോലെ രാജുമോനെയും വലവിരിച്ച് ഇരിപ്പുണ്ട് ആൾക്കാർ എന്ന സാമാന്യ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ
ഭൂട്ടാൻ കാർ വാങ്ങാൻ പൃഥ്വിരാജ് പോവില്ലായിരുന്നു. വിജയെ പൂട്ടാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അതുപോലെ തന്നെ രാജുവിനും വല വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കുറച്ച് സൂക്ഷിക്കണമെന്നുള്ള ബോധം പൃഥ്വിരാജിനുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഭൂട്ടാൻ കാർ വാങ്ങിക്കാൻ നടക്കില്ലായിരുന്നു. കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ലംബോഗിനിയിൽ പോകണ്ട കേട്ടോ, വല്ല ചെറിയ കാറിലും കയറി പോയാൽ മതി. കമ്മീഷണറുടെ മുന്നിലൊക്കെ പഞ്ചപുച്ഛം അടക്കിയിരിക്കണം, പറയുന്നതൊക്കെ സത്യവുമാകണം. പോലീസുകാരൻ ചീത്ത വിളിച്ചും കൊങ്ങയ്ക്ക് പിടിച്ചും ഉരുട്ടിയും മുട്ടുസൂയി കയറ്റിയും തെറി വിളിച്ചുമൊക്കെ കേസ് തെളിയിക്കുന്ന പോലെ അല്ല കസ്റ്റംസ്. മുഴുവൻ അരിച്ചു പെറുക്കി മുമ്പിൽ വച്ചിട്ടാവും അവരുടെ ചോദ്യശരങ്ങൾ. ഇനിയെങ്കിലും സൂക്ഷിക്കണം. ആഗ്രഹമാകാം, ആർക്കും ആഗ്രഹമാകാം, പക്ഷേ ആർത്തി പാടില്ല. പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ആകുമ്പോൾ അവർക്കും കൂടി അനഭിമതനാകരുത്. എങ്കിൽ പിന്നെ കേരളത്തിൽ ആരും കാണില്ല സപ്പോർട്ടിന്. ഒന്നുമില്ലേലും ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുരുക്കാൻ ആളുണ്ട് എന്നറിയാമെങ്കിൽ നമ്മൾ അലർട്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ കൂടി സൂക്ഷിച്ച് സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഞാൻ പഠിച്ച പാഠം അതാണ്. അല്പം ചുവട് തെറ്റിയാൽ നമ്മളെ വലിച്ചു കീറി ചുവരിലൊട്ടിക്കും. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വാരം എറണാകുളം ജില്ലാ കോടതിയിൽ ഫെഫ്കയുടെ നേതാവ് കൊടുത്ത മാനനഷ്ട കേസിൽ ജാമ്യം എടുക്കാനായിട്ട് ചെന്നു. അപ്പോഴാണ് എൻ്റെ വക്കീൽ പറയുന്നത് അയാൾ മറ്റൊരു സിവിൽ കേസ് കൂടി കൊടുത്തിട്ടുണ്ടെന്ന്. എന്തിനാണെന്നോ, ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ചാനൽ പൂട്ടണം. അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സിവിൽ കേസ് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മാനമില്ലാത്തവൻ മാനനഷ്ട കേസ് കൊടുത്താൽ ഞാനത് കോടതി പറഞ്ഞോളാം. എൻ്റെ ചിലരെഴുതിയ പുസ്തകങ്ങളും ഒരുപാട് വേണ്ട, ഞാൻ അത് രഹസ്യങ്ങൾ പറയാൻ പാടില്ല. അതൊക്കെ എൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അദ്ദേഹത്തിൻ്റെ വക്കീൽ വരട്ടെ. എൻ്റെ പഴയ സുഹൃത്തായ ഒരു വക്കീലാണ് ഇപ്പോൾ മാക്ടേണിയും ഫെഫ്കയുടെയും അമ്മയുടെയും ഒക്കെ വക്കീലായിട്ട് കക്ഷി ചേരുന്നത്. അപ്പോൾ ആ വക്കീൽ വരട്ടെ. അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ച് എൻ്റെ വക്കീലിനെ കൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കാം. പക്ഷേ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ പൂട്ടണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം സിവിൽ കേസ് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തോ ഒരു പുതിയ പടത്തിൻ്റെ മുട്ട ഇടണമുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും അറിഞ്ഞെങ്കിലും ആ ഏരിയയിലൊന്നും പോവില്ല. വരട്ടെ, ഞാനെല്ലാം അടുക്കിപ്പറക്കി വയ്ക്കുകയാണ്. ഫെഫ്ക ഉണ്ടായ കാലം മുതലുള്ള കഥകൾ എൻ്റെ ഉണ്ട്, പറയാം. ചതിയുടെ വഞ്ചനയുടെ കഥകൾ. വിശ്വസിച്ച് കോടികൾ ഏൽപ്പിച്ച ഒരാളെ തിയേറ്ററും സ്റ്റുഡിയോയും ഒക്കെ പണിത് കോടികൾ മുഖ്യ കഥ അടക്കം ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ. ഒരുപാട്, ഒരു കുന്ന് കഥ എൻ്റെ ഉണ്ട്. ഒന്നൊന്നായിട്ട് ഞാൻ ചോദിക്കാം കോടതിയിൽ. അതിൽ രസം ആ കൊടുത്തിരിക്കുന്ന കേസുകളിൽ സാക്ഷി ഒപ്പിട്ടിരിക്കുന്ന പയ്യന്മാരുടെ പേരുകൾ കണ്ടപ്പോഴാണ്. എന്നെ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്ന പയ്യന്മാരൊക്കെയാണ് സാക്ഷി. കാരണം ഇയാളെ കൂടെ നടന്നാലല്ലേ വല്ല നക്കുന്നുണയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ സാക്ഷികളൊക്കെ ഞാൻ വായിച്ചു നോക്കി. കൊള്ളാം, നല്ല കക്ഷികളാണ്. ഞാൻ എല്ലാം പറയാം, വരട്ടെ. ഇവിടെ നിർത്താം. നമുക്ക് ഈ അധോലോക കഥ അല്ലെങ്കിൽ ഈ കാർ കച്ചവട കഥ ഇവിടെ നിർത്താം. ആ കൊടുത്തിരിക്കുന്ന കേസുകളിൽ സാക്ഷി ഒപ്പിട്ടവന്മാരുടെ ഒന്നും കഥ ഇവിടെ പറയണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശുദ്ധ മനസ്സോട് ഞാനത് തുറന്ന് പറഞ്ഞു പോയതാണ്. ദുൽഖറും പൃഥ്വിയും ഒക്കെ ഇനിയെങ്കിലും സൂക്ഷിക്കുക. സർക്കാരിനെ, രാജ്യത്തെ പറ്റിക്കുന്നതിൽ ചാടി ഇറങ്ങാതിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മല്ലിയ ചേച്ചിയോ രാജുവോ ദുൽഖറോ മമ്മൂക്കയുടെ അനുജൻ ഇബ്രാഹിം കുട്ടിയോ ഒന്നും എന്നോട് കലഹിക്കേണ്ട. ഇബ്രാഹിം കുട്ടിക്കൊക്കെ ഇപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ. എൻ്റെ സുഹൃത്തിന് ഇബ്രാഹിം കുട്ടിയൊക്കെ ഒന്ന് ഉപദേശിക്കണം ദുൽഖറിനെ. ഇങ്ങനെയൊന്നും ആർത്തിപ്പണ്ടാരം പോലെ കാശ് വാരി കൂട്ടാനുള്ള വളഞ്ഞ വഴികളിലൂടെ ഒന്നും പോകരുതെന്ന് പറയണം. നേരായ വഴിയിലൂടെ തന്നെ നിനക്ക് പടച്ചോൻ എന്തുമാത്രം തന്ന് കൂട്ടുന്നു. ബാപ്പ ഒരുപാട് കുന്നു കൂട്ടിയിരിക്കുന്നു. ഇതെല്ലാം പോരെ. ദേശദ്രോഹ നിയമം അനുസരിച്ച് അകത്തൊക്കെ കിടക്കണോ എൻ്റെ പൊന്നു മോനെ എന്ന് ഇബ്രാഹിം കുട്ടിയെങ്കിലും ഒന്ന് ചോദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ മല്ലിയ ചേച്ചിയും പറയണം, എടാ ആ ദിനേശ് നമ്മളെ ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നതിൽ കാര്യമില്ലേടാ. എന്തിനാ രാജുമോനെ നീ ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്രയും പേരുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പക്ഷത്തിൻ്റെ ശത്രുത നേടിയിട്ട് അവരുടെ വായിച്ചെന്ന് ചാടിക്കൊടുക്കണമെന്ന് ചോദിക്കണം. ലംബോഗിനിയൊക്കെ പോരെ, ഭൂട്ടാനിലെ നിസാനിലെ നീ ഇനി പോവുള്ളൂ എന്ന് ചോദിക്കണം ചേച്ചി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.